നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ 1 വർഷം നീളുന്ന കർമ്മ പരിപാടികളുമായി KCBC മദ്യവിരുദ്ധ സമിതി. ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം. രാജ്യത്തെ ലഹരി കേസുകളിൽ 29% കേരളത്തിലാണെന്നത് ഞെട്ടിക്കുന്നതായി കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. കോട്ടയം കളത്തിപ്പടിയിൽ പട്ടാപ്പകൽ മോഷണം. പണയമെടുത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണവും രൂപയും കളവുപോയി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ്. പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതികൾ സൈക്കോ വില്ലന്മാരായി പ്രവർത്തിച്ചെന്ന് കുറ്റപത്രം. കൊടുങ്ങൂർ ദേവീക്ഷേത്രം ഒരുങ്ങി. തിരുവുത്സവത്തിന് ഏപ്രിൽ 1 കൊടിയേറും. 10 കാവടിയാട്ടവും ആറാട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ലഹരി കേസുകളിൽ 29% കേരളത്തിലാണെന്നത് നടുക്കം ഉണ്ടാക്കുന്നതായി കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. കാഞ്ഞിരപ്പള്ളി KCBC മദ്യവിരുദ്ധ സമിതി ലഹരിക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ കാഞ്ഞിരപ്പള്ളി രൂപത KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെ 1 വർഷം നീളുന്ന തീവ്ര കർമ്മ പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി പാസ്റ്ററൽ സെന്ററിൽ നടന്ന ബോധവൽക്കരണ പരിശീലന പരിപാടി കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് വലിയൊരു വിപത്തിന്റെ നടുവിലാണെന്നും രാജ്യത്തെ ലഹരി കേസുകളിൽ 29% കേരളത്തിലാണെന്നുള്ള കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ലാഭം കിട്ടുന്നത് എന്തും ചെയ്യുന്ന സർക്കാർ ബാറുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും മാർ ജോസ് പുളിക്കൽ കുറ്റപ്പെടുത്തി. ഐസ്ക്രീം, മിഠായി, ജ്യൂസ് തുടങ്ങിയ രൂപഭാവങ്ങളിലൊക്കെ അത് ഏതെല്ലാം കെണികളിലേക്കാണ് നമ്മുടെ പെൺകുട്ടികളെയും നമ്മുടെ ചെറുപ്പക്കാരെയും കുട്ടികളെയൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ പറഞ്ഞാൽ തീരുന്നതിനൊക്കെ ഒത്തിരി അപ്പുറത്താണ്. അപ്പൊ ഇതൊന്നും ഒരുപക്ഷെങ്കില് സർക്കാരുകൾ അറിയാനിട്ടും പറ്റുമൊന്നുമല്ല. നിർവാഹമില്ലാഞ്ഞിട്ട് ഇപ്പം എഴുന്നേറ്റിട്ടുണ്ടെന്നേ ഉള്ളൂ, അറിയത്തില്ലാഞ്ഞിട്ടൊന്നും. ഇതൊക്കെ പറയുമ്പോഴും ധാരാളം സമൃദ്ധമായിട്ട് ഷാപ്പുകളുടെ എണ്ണം കൂട്ടുന്നു, ബാറുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബ്രൂവറി ആരംഭിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാലക്കാട് എന്തൊരു തീഷ്ണതയാണ്. അപ്പൊ ഒരു വശത്ത് ഇതൊക്കെ പറയുമ്പോൾ മറുവശത്ത് അതേ കാര്യം തന്നെ മയക്കുമരുന്നിന്റെ കാര്യത്തിലല്ല, മറ്റു തരത്തിൽ ഉള്ള മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാരിന് ലാഭം കിട്ടുന്നതൊക്കെ എന്തും ചെയ്യും. അവിടെ ആരും പ്രസക്തമല്ല. ആരുടെയും ഭാവിയൊന്നും ആരും നോക്കുന്നില്ല. യോഗത്തിൽ രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലം അധ്യക്ഷനായി. രൂപത പ്രസിഡന്റ് ജോർജ് കുട്ടി അഗസ്തി, ആനിമേറ്റർ സിസ്റ്റർ ജോർജിയ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുരുവിള, സംസ്ഥാന സെക്രട്ടറി തോമസ് കുട്ടി കുളവട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം കളത്തിപ്പടിയിൽ പട്ടാപ്പകൽ വീട്ടിൽ മോഷണം. പണയം എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിച്ച സ്വർണവും പണവും മോഷണം പോയി. 5 പവൻ സ്വർണം നഷ്ടമായി. കോട്ടയം കളത്തിപ്പടിയിൽ പണയത്തിലിരുന്ന സ്വർണമെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മോഷണം പോയി. കളത്തിൽപ്പടി തൊട്ടിയിൽ ജൈനമ്മ ജോയിയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കവർച്ച നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ജൈനമ്മയുടെ മകളുടെ 3 പവൻ തൂക്കമുള്ള ഷോമാല, വള, കമ്മൽ, മോതിരം എന്നിവയാണ് നഷ്ടപ്പെട്ടത്. വീടിന്റെ പിൻഭാഗത്തെ കതക് കുത്തി തുറന്ന് വീടിനുള്ളിൽ കയറിയാണ് 5 പവനോളം സ്വർണവും 3500 രൂപയും മോഷ്ടിച്ചത്. ജൈനമ്മയുടെ മകൻ കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ പണയത്തിൽ വെച്ചിരുന്ന സ്വർണം എടുത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വീട്ടിൽ ഏൽപ്പിച്ചത്. തുടർന്ന് കൈവശമുണ്ടായിരുന്ന 2 ഗ്രാം മോതിരം, 3.5 ഗ്രാം വരുന്ന കമ്മൽ, 3500 രൂപ എന്നിവയോടൊപ്പം തിരിച്ചെടുത്ത പണയ ആഭരണങ്ങളും ചേർത്ത് അലമാരയിൽ സൂക്ഷിച്ചു. തുടർന്ന് ജൈനമ്മ മകളും കൊച്ചുമകനുമായി കുട്ടിയുടെ തെറാപ്പി സ്കൂളിലേക്ക് ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ പോയി. പിന്നീട് 5 മണിക്ക് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച വിവരം മനസ്സിലാക്കിയത്. ഇത് ഞാൻ മാങ്ങാനം ബാങ്കിൽ ഇത് പണയനിരിക്കുമായിരുന്നു. സ്വർണ്ണം 1 വർഷമായിട്ട് അവിടെ പണയനിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ചെന്ന് 1.5 ലക്ഷം രൂപ മുടക്കി ഇന്നലെ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് കൊടുത്ത് അമ്മയുടെ കൊടുത്ത് അമ്മ എന്നാ സ്വർണ്ണം എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് ഇവർ പിന്നെ ഇതിനങ്ങ് പോയി. അമ്മയും പെങ്ങളും കൊച്ചും കൂടെ സ്കൂളിൽ പഠിക്കാൻ പോയി, അത് പഠിക്കാൻ പോയി. പിന്നെ എന്നെ വൈകിട്ട് വിളിച്ച് പറയുന്നത്, എടാ സ്വർണം പോയി കാണുന്നില്ലെന്നും പറഞ്ഞ് കഥവും തുറന്ന് കിടക്കുവാന്നും പറഞ്ഞ് ഒരു കിടന്ന് ഭയങ്കര ബഹളം. നഷ്ടപ്പെട്ടത് ഒരു ഷോമാല, ഒരു വള, ഒരു 2 ചെറിയ കമ്മൽ, ഒരു സാധനമായത്, ഒരു മോതിരം. കോട്ടയം ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. സീനിയർ വിദ്യാർത്ഥികളായ 5 പ്രതികൾ സൈക്കോ വില്ലന്മാരെ പോലെയാണ് പെരുമാറിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു.
കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്ത കേസിൽ പോലീസ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. ഏറ്റുമാനൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഗാന്ധിനഗർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികളായ 5 പേരും സൈക്കോ വില്ലന്മാരെ പോലെയാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കഴിഞ്ഞ നവംബർ മുതൽ 4 മാസമാണ് ജൂനിയർ വിദ്യാർത്ഥികളായ 6 പേർ ക്രൂരപീഡനത്തിന് ഇരയായത്. ജൂനിയർ വിദ്യാർത്ഥികൾ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ പ്രതികൾ അത് കണ്ട് ആനന്ദിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രതികൾ സ്ഥിരമായി ഹോസ്റ്റലിൽ മദ്യപിച്ചിരുന്നു. ഇതിന് പണം കണ്ടെത്താനായി ജൂനിയർ വിദ്യാർത്ഥികളെ തുടർച്ചയായി പീഡിപ്പിക്കുകയായിരുന്നു. പണം നൽകാത്തവരെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ചു. ജൂനിയർ വിദ്യാർത്ഥികളുടെ ശരീരത്ത് കോമ്പസ്, ബ്ലേഡ്, കത്തി എന്നിവ ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയെന്നും മുറിവിൽ ലോഷൻ ഒഴിച്ചെന്നും സംഘം ചേർന്ന് മർദ്ദിക്കുന്നത് പതിവായിരുന്നെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 40 സാക്ഷികളാണ് കുറ്റപത്രത്തിലുള്ളത്. റാഗിങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം വണ്ടൂർ കരുമാരപ്പറ്റ KP രാഹുൽ രാജ്, മഞ്ചേരി പയ്യനാട്ട് കച്ചേരിപ്പടി C റിജിൽജിത്ത്, മൂന്നിലവ് വാളകം കരയിൽ കീരിപ്ലാക്കൽ വീട്ടിൽ സാമുവൽ ജോൺസൺ, കോരുത്തോട് മടുക്ക നെടുങ്ങാട് NV വിവേക്, വയനാട് നടവയൽ പുൽപ്പള്ളി ഞാവലത്ത് NS ജീവ എന്നിവരാണ് പ്രതികൾ. ഇവർ റിമാൻഡിലാണ്. ഗാന്ധിനഗർ SHO TS ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 47 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 1-ന് കൊടിയേറും. ഏപ്രിൽ 10-നാണ് കാവടിയാട്ടവും ആറാട്ടും. അഭീഷ്ടവരദായിനിയായ അമ്മ അയിലയക്ഷിയായും മഹാദേവൻ അന്തിമഹാകാളനായും കുടികൊള്ളുന്ന കൊടുങ്ങൂർ ദേവീക്ഷേത്രം തിരുവുത്സവത്തിനായി ഒരുങ്ങി. ഏപ്രിൽ 1-ന് വൈകിട്ട് 5:30-ന് തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റും. അന്നേ ദിവസം വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. തിരുവുത്സവത്തിന്റെ 2ാം ദിനമായ ഏപ്രിൽ 2 മുതൽ 8ാം ദിവസമായ ഏപ്രിൽ 8 വരെ പകൽ 11 മണിക്ക് ഉത്സവബലിയും തുടർന്ന് ദർശനവും നടക്കും. ഏപ്രിൽ 9-ാം തീയതിയാണ് പള്ളിവേട്ട. 10ാം ദിനമായ ഏപ്രിൽ 10-ന് രാവിലെ 10 മണിക്ക് കാവടിയാട്ടം നടക്കും. 9 സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിക്കും. വൈകുന്നേരം 4:30-നാണ് തിരുവാറാട്ട്. വൈകിട്ട് കുടമാറ്റവും നടക്കും. തിരുവുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മീനപൂര മഹോത്സവം 10 ദിവസമാണ് കൊണ്ടാടുന്നത്. ഏപ്രിൽ 1-ന് കൊടിയേറി ഏപ്രിൽ 10-ന് അവസാനിക്കുന്ന 10 ദിവസത്തെ ആഘോഷങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതിനാണ് ഈ വർഷം ക്രമീകരണങ്ങൾ നടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ പൂർവാധികം ഭംഗിയായി ഏറെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവരങ്ങിൽ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതുപോലെ ഗംഗാ ശശിധരൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ വയലിൻ കച്ചേരി ഉൾപ്പെടെ നാടകം, ബാലെ, ഗാനമേള അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഗംഭീര പരിപാടികളാണ് നടത്തുവാൻ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. തിരുവുത്സവത്തിന്റെ ഭാഗമായി സംഗീത സദസ്സ്, ചാക്യാർകൂത്ത്, ബാലെ, ഭക്തിഗാനമേള, കഥകളി, ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 6-ന് രാത്രി 8:30 മുതൽ കുമാരി ഗംഗാ ശശിധരന്റെ വയലിൻ കച്ചേരി ഗംഗാതരംഗം അരങ്ങേറും. പൊൻകുന്നത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉപദേശക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് SM സേതുരാജ്, VK വാസുദേവൻ, KV ശിവപ്രസാദ്, PV വേണുഗോപാൽ, KV പ്രസന്നകുമാരൻ നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അകലക്കുന്നം മറ്റക്കര പടിഞ്ഞാറേ പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യവുമായി BJP രംഗത്തെത്തി. പടിഞ്ഞാറേ പാലത്തിന് സമീപം പ്രതിഷേധ യോഗം ചേർന്നു. അകലക്കുന്നം പഞ്ചായത്തിലെ പന്നകം തോടിന് കുറുകെയുള്ള പടിഞ്ഞാറേ പാലം പുതുക്കി പണിയണം എന്ന ആവശ്യവുമായി BJP അകലക്കുന്നം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പന്നകം തോട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം പാലത്തിന് ബലക്ഷയം ഉണ്ടാക്കുന്നതായി പ്രതിഷേധക്കാർ പറയുന്നു. മറ്റക്കര പടിഞ്ഞാറേ പാലത്തിന് സമീപം നടന്ന പ്രതിഷേധ യോഗം BJP ആയർക്കുന്നം മണ്ഡലം പ്രസിഡന്റ് CG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം യാത്രക്കാരനായിരുന്ന എനിക്ക് തന്റെ ഇരുചക്ര വാഹനം ഒരു 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്ത ദിവസങ്ങളിൽ ഈ പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടക്കുവാനുണ്ടായ ദുരിതം ഞാൻ നേരിട്ട് അനുഭവിച്ചയാളാണ്. BJP അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് KR ജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ദിലീപ്, മണ്ഡലം മുൻ പ്രസിഡന്റ് മഞ്ജു പ്രദീപ്, ഉണ്ണികൃഷ്ണൻ മറ്റക്കര, മണ്ഡലം സെക്രട്ടറി TB ഗോപാലകൃഷ്ണൻ, മണ്ഡലം കമ്മിറ്റി അംഗം സജീവ് M,
പി ബാബു, കണ്ണൻ മറ്റപ്പള്ളി, സ്മിത ബാബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷയിൽ ഏപ്രിൽ 2 വിധി പറയും. കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ച പ്രകാരം അന്വേഷണ സംഘം കേസ് ഡയറി ഹാജരാക്കി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം നേരത്തെ പൂർത്തിയായിരുന്നു. മാങ്ങാനം ചെമ്രപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ റബ്ബർ ക്രംബ് ഫാക്ടറിക്കെതിരെ ജനകീയ സമരസമിതി. ഫാക്ടറിയിൽ നിന്നുള്ള അതിരൂക്ഷമായ ദുർഗന്ധത്താൽ വലയുകയാണ് പരിസരവാസികൾ. വിജയപുരം പഞ്ചായത്തിലെ മാങ്ങാനം ചെമ്മരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന മാടപ്പള്ളി ട്രേഡേഴ്സ് ക്രംബ് റബ്ബർ ഫാക്ടറിക്കെതിരെ ജനകീയ സമരസമിതി രംഗത്ത്. ഫാക്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന അതിരൂക്ഷ ഗന്ധം മൂലം പരിസരവാസികൾക്ക് അസുഖങ്ങൾ വർദ്ധിക്കുകയാണെന്ന് സമരസമിതി പറയുന്നു. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ചെമ്മരപ്പള്ളിയിൽ ഉപരോധം നടത്തി. വാർഡ് മെമ്പർ PT ബിജു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ ഫാക്ടറിയുടെ എല്ലാവിധമായ കാര്യങ്ങളും സംരക്ഷിച്ച് ജനങ്ങളുടെ അതുപോലെ തന്നെ മലിനീകരണ സംവിധാനങ്ങൾ ഇവർ ശരിയായ വണ്ണമാണ് നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയൊക്കെ തന്നെ റബ്ബർ ബോർഡ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട്. TK അറുമുഖം എന്ന് പറയുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ മണമുണ്ട് എന്ന് പരാതി പറയുമ്പോൾ നോക്കാം, നമുക്ക് പരിഹരിക്കാം എന്ന രൂപത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അതിനുശേഷം ചില സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നാ വേണേലും ചെയ്തു, അതിനെ നേരിടുവാൻ അവർക്കറിയാം എന്ന രൂപത്തിൽ ധാർഷ്ട്യത്തോടു കൂടിയാണ് ഈ അറുമുഖം എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് ഇടപെടുന്നത്. സമരസമിതി ജോയിന്റ് കൺവീനർ ജിതിൻ തോമസ് അധ്യക്ഷനായി. സാം സൈമൺ, സാറാമ തുടങ്ങിയവർ പ്രസംഗിച്ചു. വരും ദിവസങ്ങളിലും സമരം വ്യാപിപ്പിക്കാൻ ജനകീയ സമരസമിതി തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഈ മാസം 31 കൊടിയേറും. ഏപ്രിൽ 7 ആറാട്ട്. പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രോത്സവം മാർച്ച് 31 കൊടിയേറി ഏപ്രിൽ 7 ആറാട്ടോടെ സമാപിക്കും. വിശേഷാൽ പൂജകൾ, പ്രൗഢഗംഭീരമായ എഴുന്നള്ളത്തുകൾ, പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും. പള്ളിവേട്ട ദിവസം രാവിലെ ശ്രീബലിക്കും വൈകിട്ട് കാഴ്ച ശ്രീബലിക്കും ആറാട്ടു ദിനത്തിലും നടക്കുന്ന മേളങ്ങൾ ഈ വർഷത്തെ ഉത്സവത്തിന്റെ പ്രത്യേകതകളാണ്. മാർച്ച് 31 രാവിലെ 7:30 8:30 മധ്യേ ക്ഷേത്രം തന്ത്രി തിരുവല്ലംപറമ്പ് നീലകണ്ഠൻ ഭട്ടതിരി ിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റും. തുടർന്ന് അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതം. 2 മുതൽ 6 വരെ ഉത്സവ ദിനങ്ങളിൽ രാവിലെ 8 ശ്രീബലി എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദമൂട്ട്, വൈകിട്ട് കാഴ്ച ശ്രീബലി എന്നിവ ഉണ്ടായിരിക്കും. പള്ളിവേട്ട ദിനമായ ഏപ്രിൽ 6 രാവിലെ 8 ശ്രീബലി എഴുന്നള്ളിപ്പിനും വൈകിട്ട് 5 കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പിനും ഏറ്റുമാനൂർ ശ്രീകാന്തിന്റെ നാദസ്വര കച്ചേരി അകമ്പടിയാകും. ഏപ്രിൽ 7 ആറാട്ട്. രാവിലെ 10 മണി മുതൽ ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യന്റെ ആറാട്ട് കച്ചേരി. വൈകിട്ട് 6 ആറാട്ടുബലിയും തുടർന്ന് കൊടിയിറക്കും നടക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ തിയേറ്റർ വിഭാഗത്തിലേക്ക് അനസ്തീഷ്യ ടെക്നീഷ്യനെ താൽക്കാലികമായി നിയമിക്കുന്നു. PSC യോഗ്യത, പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏപ്രിൽ 4 രാവിലെ 10 മണിക്ക് ആശുപത്രി ഓഫീസിൽ നടക്കുന്ന വോക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. കോട്ടയം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള തിരുവാർപ്പ് YMA ലൈബ്രറിയിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ തസ്തികയിൽ ഒഴിവ്. യോഗ്യത ലൈബ്രറി സയൻസിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ. പ്രായപരിധി 18-നും 50-നും മധ്യേ. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളവർക്ക് മുൻഗണന. ഏപ്രിൽ 5 വൈകുന്നേരം 3 മണി വരെ പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകാം. വിവരങ്ങൾക്ക് ഫോൺ 048123822266. സർക്കാരിന്റെ സാമ്പത്തിക വർഷാവസാന കണക്കെടുപ്പ് പ്രമാണിച്ച് ഏപ്രിൽ 1 ട്രഷറി ഇടപാടുകൾ ഉണ്ടായിരിക്കില്ലെന്ന് ജില്ലാ ട്രഷറി ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരെ 1 വർഷം നീളുന്ന കർമ്മ പരിപാടികളുമായി KCBC മദ്യവിരുദ്ധ സമിതി. ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം. രാജ്യത്തെ ലഹരി കേസുകളിൽ 29% കേരളത്തിലാണെന്നത് ഞെട്ടിക്കുന്നതായി കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. കോട്ടയം കളത്തിപ്പടിയിൽ പട്ടാപ്പകൽ മോഷണം. പണയമെടുത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണവും രൂപയും കളവ് പോയി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ്. പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതികൾ സൈക്കോ വില്ലന്മാരായി പ്രവർത്തിച്ചെന്ന് കുറ്റപത്രം. കൊടുങ്ങൂർ ദേവീക്ഷേത്രം ഒരുങ്ങി. തിരുവുത്സവത്തിന് ഏപ്രിൽ 1 കൊടിയേറും. 10 കാവടിയാട്ടവും ആറാട്ടും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.